അപ്പോൾ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്, മദീനക്കാരൊക്കെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ വെള്ളം കോരിക്കൊണ്ടുപോയിരുന്നത് ഒരു ജൂതന്റെ കിണറിൽ നിന്നായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെ ശക്തിപ്പെട്ടപ്പോൾ ജൂതൻ കിണറ്റിൽ ആരും വെള്ളം കൊണ്ടുപോണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്കെന്ന് പറഞ്ഞു. പള്ളിക്കെന്ന് പറഞ്ഞാൽ അന്ന് കൂടുന്ന സ്ഥലം, പള്ളി ഉണ്ടാക്കിയോ ഇല്ലയെന്ന് അറിയില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു, ആരത്തേലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ കിണറൊന്ന് വിലക്ക് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണറിന്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി പോയി. നിങ്ങളെ കിണർ വിൽക്കണോ ചോദിച്ചു. ആ വിൽക്കണം എന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ തൊള്ളേ കൊള്ളാത്ത വിലയാണ്ട് പറഞ്ഞു. പറഞ്ഞ വിലക്ക് എടുത്തെടുത്തുങ്ങാണ്ട് കിണർ വാങ്ങിയിട്ട് വഖഫാക്കി. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ വിവരം ഒന്ന് പറഞ്ഞിക്കണേ നമുക്കൊന്ന് ചവിട്ടി പിടിച്ചിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥല കച്ചവടക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥല കച്ചവടക്കാരനാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്ത് കച്ചവടാക്കാൻ പോവുക എന്നുള്ള വിവരം പറഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചവിട്ടി പിടിച്ചൊന്ന് നേരാക്കിയിട്ട്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ ഞാൻ ആ വില കൊടുത്തത് മൂപ്പര് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നതിനാലാണ്. കുറച്ചുകൂടിയും കൂട്ടി പറഞ്ഞിക്കുകയാണെങ്കിൽ അപ്പ ആ പൈസയും കൊടുത്തിട്ട് വാങ്ങും എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കാരണം ഞാനിത് കച്ചവടാക്കിയത് ദുന്യാവിൽ ലാഭം ഉണ്ടാക്കാനല്ല, അത് ആഖിറത്തേക്കാണ്, അതിന് എത്ര വില കൊടുത്താലും നഷ്ടാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫുകൾ ഇങ്ങനെ നടന്നു. മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വിപുലീകരിക്കുന്ന സ്ഥലവും അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫാക്കിയതാണ്. മദീനത്തെ പള്ളി മാത്രമല്ല, മുറ്റം ഉൾപ്പെടെ ഒക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅദ് പറഞ്ഞു, സഹാബ എല്ലാവരും യുദ്ധ ഫണ്ടിലേക്ക് ധാരാളമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പുന്നാര നബിയേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. രണ്ടാമതും നബി തങ്ങൾ വഅദ് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വേറെയും തരാം. മറ്റൊരിക്കൽ നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി 7000 ദിർഹംസ് കൊണ്ടുവന്ന് കൊടുത്തു. മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാനെ ഇനി വീട്ടിൽ എന്താ ഉള്ളത്? അതിൽ പറഞ്ഞു, ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു, 7000 പെരയിലും ഉണ്ട് പറഞ്ഞു. അതിൽ തോരുന്ന പടച്ചോനെ, ഉസ്മാന് ചെലവാക്കിയതിലും വീട്ടിൽ വെച്ചതിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഉംറക്ക് ചെന്നപ്പോ മദീനയിൽ ഞാനിങ്ങനെ സമയമുണ്ടായപ്പോ ഒരു ടാക്സിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ 3 വലിയ ബിൽഡിങ്ങുകൾ കണ്ടു, ചുവന്ന പെയിന്റ് അടിച്ചത്. കൂടെ ഉണ്ടായിരുന്ന അസ്ലമിനോട് ചോദിച്ചു, അസ്ലമേ ഈ ബിൽഡിങ്, അപ്പൊ ചോദിക്കാൻ കാരണമുണ്ട്, ആ ബിൽഡിങ്ങുമേ ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തതാണ്. വലിയ വാർപ്പിന്റെ 3 ബിൽഡിംഗ് ആണ് റോഡ് സൈഡിൽ, ഷോപ്പിംഗ് മാള്. എന്തായാലും ഇപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ടെറസ് ബിൽഡിംഗ്, കോൺക്രീറ്റ് ബിൽഡിംഗ് ഏതായാലും ഉണ്ടാവില്ല. അപ്പൊ അസ്ലമാണ് കൂടെ ഉള്ളത്. അസ്ലമിനോട് ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ ഈത്തപ്പനത്തോട്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പനത്തോട്ടം മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഈത്തപ്പന മരങ്ങൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. 150 വർഷമാണ് അത്ര ഈത്തപ്പന മരങ്ങൾ പരമാവധി പോവുക. അപ്പൊ 150 കഴിഞ്ഞിട്ട് 1500 കൊല്ലമായല്ലോ. അപ്പൊ ഈത്തപ്പനൊക്കെ പോയി, മരുഭൂമിയായി. കുറെ കാലം കഴിഞ്ഞ് സൗദി ഗവൺമെന്റ് അവിടെ 3 ബിൽഡിംഗ് ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്തു. അതിന്റെ പൈസ സൗദിയിലെ നാഷണൽ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരമായൊരു സംഭവം. അവിടെ ഇപ്പോഴും സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നും അതിലേക്കാണ് പൈസ പോണത് എന്നുമാണ്. അതിലേറെ അത്ഭുതം,
ആ ബിൽഡിങ്ങിന്റെ ആധാരം എപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മൂപ്പർക്ക് ഇപ്പം എന്താ കൊടുത്തൂടെ, ഹൈവേന്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, പുതിയ ഹൈവേ വന്നപ്പോൾ നല്ല കായിട്ടിട്ടുണ്ടാവും എന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല, മക്കക്കാരനാണ്, മുഹാജിറാണ്, അൻസാരിയല്ല. മക്കത്തുനിന്ന് 2 കയ്യും വീശിയിട്ട് മദീനത്തേക്ക് വന്നതാണ്. എന്നിട്ടാണ് ഈ കൊടുക്കണേ. എന്തേ കൊടുക്കാണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായി, അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി. ഇതാണ് ഉത്തരം. കൊടുക്കാനുള്ള മനസ്സുണ്ടോ, കൊടുക്കാനുള്ള പൈസ ഉണ്ട്. കൊടുക്കാനുള്ള മനസ്സില്ലേ, കീശയ്ക്ക് ഇങ്ങനെ നോക്കുക എന്നല്ലാതെ ഒരു പൈസയും കൊടുക്കാൻ പറ്റിയത് ഉണ്ടാവില്ല. കൊടുക്കാനേച്ചിട്ട് നൂലുമ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങുമൊന്നുമില്ല, ഉള്ളേന്ന് കൊടുക്കലാണ്. പക്ഷെ അത് ആ മനസ്സുള്ളവർക്കേ കയ്യുള്ളൂ.